ഹലോ ഹലോ ഇതൊരവനല്ലേടേ ഉള്ളോളം തരി പൊന്നെന്തിന തനി തഞ്ചാവൂര് പട്ടെന്തിന ഞങ്ങൾ അടുത്തൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. പിന്നെ കുറെ പേര് ഒരു വീഡിയോ ഇടാൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടണം എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ഇടുന്നത്. കുറെ പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം നല്ല താങ്ക്സ്. നന്ദിയുണ്ട്, കുറെ നന്ദിയുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. അല്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ കുറെ പേരിനൊക്കെ അല്ലാതെ നോർമലായിട്ട് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു. പിന്നെ കുറെ പേര് ഇങ്ങനെ ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലവ് സ്റ്റോറി വേണമെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്താൽ മതി. വേണ്ട. ലവ് സ്റ്റോറി വേണമെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്താൽ മതി. വേണ്ട കണ്ടാത്തോണ്ട നീ നിർബന്ധിച്ചാ കവിക്കില്ല, ഞാൻ നിർബന്ധിക്കില്ല. പിന്നെ യൂട്യൂബിലാണെങ്കിൽ കുറെ പേര് നമ്മുടെ വീഡിയോ റിയാക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. സ്വാഭാവികം. നമ്മക്ക് അതൊന്നും എഫക്ട് ചെയ്യുന്നില്ല. ഇതൊക്കെ എന്താണ് മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാണോ ഈ നാഗേന്ദ്രൻ? യൂട്യൂബിലാണെങ്കിൽ കുറെ പേര് നമ്മുടെ വീഡിയോ റിയാക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. കുറെ പേര് ഞാൻ കണ്ടായിരുന്നു. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ. ഏട്ടാ ഞാൻ മഹാ ചേട്ടേന് അറിയാമോ? അത് പിന്നെ എനിക്ക് അറിയത്തില്ല. അതൊന്നും അവർക്ക് ഇതായിട്ട് റിയാക്ഷൻ വീഡിയോ ഇടണമെന്നൊക്കെ എല്ലാരും പറഞ്ഞു. പക്ഷെ ഞങ്ങളെ വെച്ച് ഇനി അവര് കാശുണ്ടാകും. പിന്നെ അവരെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. ഫാമിലി ലൈഫ് എങ്ങനെ? ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. എൻജോയ് ഞങ്ങൾക്കില്ലാത്ത പ്രശ്നമാണ് വേറെ ആർക്കും വേണ്ട. ഇവളുടെ കാര്യത്തിൽ വേറെ ആർക്കും ഒരു ടെൻഷനും വേണ്ട. ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അത്ര വിഷമം ഉണ്ടെങ്കിൽ ഇവക്ക് ചെലവ് കൊടുക്കാൻ കുറച്ച് പൈസ ജീപ്പ് ചെയ്ത അതിൽ ഇത്ര വിഷമുള്ളവര് ഈ വീഡിയോ കാണുന്ന കുറച്ച് അമ്മാവന്മാരും അമ്മായിമാരും അവർക്ക് വിഷമം. അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ജീപേ നമ്പർ താഴെ കൊടുത്തേക്കാം. ഇവളുടെ കാര്യം നോക്കി ഉള്ള പൈസ അയച്ചു തന്നാ. ഈശ്വര നിനക്ക് ഈ ന്യൂ ജനറേഷനെ കൊണ്ട് ഒന്നുകൂടെ